മിനിസ്റ്റർ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഈ കുട്ടികളുടെ എണ്ണം കുറയുന്നു. ഇപ്പോൾ കേരളത്തിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു, പ്രായമായവരുടെ എണ്ണം കൂടുന്നു. അത് 2-3 ഭാഗത്തായി മിനിസ്റ്റർ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പെൻഷൻ പ്രായം കൂട്ടണം എന്നുള്ള ആവശ്യം പരിഗണിക്കേണ്ട സമയമായി എന്നുകൂടിയല്ലേ അതിന്റെ അർത്ഥം? അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതല്ല അത്. പക്ഷേ വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും പഴയതിനേക്കാളും ആയുസ്സും ആരോഗ്യവും കഴിവും അത് ഭാവിയിൽ ഏത് ഗവൺമെൻറ് ആയാലും ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് എൻ്റെ ധാരണ. പക്ഷേ ഇപ്പോൾ നമ്മളൊന്നും അത് ചർച്ച ചെയ്യുന്നൊരു വിഷയമല്ല. പലതരത്തിൽ ഈ പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നുണ്ട്. അതുണ്ടാക്കുന്ന പ്രതിസന്ധിയുണ്ട്. പെൻഷൻ പ്രായം മാത്രമല്ല, 6 ലക്ഷം പേര് പഠിച്ചൊരു കാലത്തെ സ്കൂളും അധ്യാപകരുമാണുള്ളത്. ഇപ്പം 3.25 ലക്ഷം 3 ലക്ഷം പേരാണ് ചേരുന്നത്. അപ്പോൾ അതേ അധ്യാപകർ, അതേ സ്കൂളുകൾ, അതേ നമ്പർ സംവിധാനം എല്ലാം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള പ്രശ്നമുണ്ട്. ഇതെല്ലാ മേഖലയിലും വരും. ഇത് മാത്രമല്ല, ആളുകൾ കൺസ്യൂം ചെയ്യാവുന്ന കപ്പാസിറ്റിയും കഴിവുമുള്ള വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുടെ നമ്പർ കുറഞ്ഞാൽ പൊതുവിൽ എക്കോണമി ഷ്രിങ്കയില്ലേ? ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും ഭാവിയിൽ ഇതൊക്കെ ബന്ധപ്പെട്ട്. അത് പിന്നീട് വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. വളരെ വലിയൊരു പ്രതിസന്ധി എല്ലാ തരത്തിലും വരുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ഈ തരത്തിലുള്ള പോപ്പുലേഷൻ്റെ വളരെ കുറവ് വരുന്നത്. മിനിസ്റ്റർ, ഈ എല്ലാ വികസിത രാജ്യങ്ങളിലുള്ളൊരു കാര്യമാണ്. നല്ല എക്കോണമി വളരുമ്പോൾ ഉള്ളതാണ്. മിനിസ്റ്റർ, ഈ വിദ്യാഭ്യാസ മേഖല എടുത്ത് നോക്കിക്കഴിയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എപ്പോഴും ഒരു തുടർ കുതിപ്പ് അങ്ങനെയാണ് നമ്മൾ ബജറ്റുകളിൽ കണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 2391.13 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. അതിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് 1083.82 കോടി. ഇതിൽ ഈ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പൂർണ്ണമായും വിനിയോഗിക്കുന്ന രീതിയിലേക്ക് ഈ ബജറ്റിൽ നമ്മൾ നീക്കിവെക്കാറുണ്ട്. അത് പൂർണ്ണമായും വിനിയോഗിക്കുന്ന തരത്തിലേക്ക് ഈ 2ാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിനുള്ളിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഒരു പൂർത്തീകരണം അതുകൂടി ഉറപ്പാക്കാനായി സർക്കാർ ശ്രദ്ധിക്കുമോ എന്നതാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും ശ്രമിക്കും എന്ന് മാത്രമല്ല, ഈ പദ്ധതികളിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ പണം സ്കൂൾ രംഗത്തും എഡ്യൂക്കേഷൻ രംഗത്തും ചിലവാകുന്നുണ്ട്. അതായത് കിഫ്ബി ഒക്കെ നടത്തുന്ന സ്പെൻഡിങ് പലപ്പോഴും രീതി വരുന്നില്ലല്ലോ കിഫ്ബി വഴിയുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് നടന്നിട്ടുള്ളത് സ്കൂൾ എഡ്യൂക്കേഷൻ രംഗത്തുമാണ്. ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും ധാരാളം കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ പ്രൊസീജിയർ അനുസരിച്ച് താമസിച്ച് പോകുന്നതിൻ്റെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നല്ലപോലെ സ്പെൻഡിങ് ആ മേഖലയിലുണ്ട്. അത് കൂടുതൽ ആക്റ്റീവ് ആക്കണം. ഉദാഹരണത്തിന് എല്ലാ സ്ഥലത്തും നമ്മൾ ഇൻ്റർനാഷണൽ ഹോസ്റ്റൽ അടക്കമുള്ള ഹോസ്റ്റൽ പറഞ്ഞു. ഇതുവരെ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതുപോലുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതാണ്. അതിന് പണം തടസ്സമാവരുതെന്നുള്ള വാശി ഗവൺമെൻറ്റിനുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം ഈ LDF സർക്കാർ വന്നതിന് ശേഷം കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 376 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ പൂർത്തിയാകാൻ കിടക്കുന്നത് 400ഓളം കെട്ടിടങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നിർമ്മാണ പൂർത്തീകരണം അത് വേഗത്തിലാക്കുമോ എന്നതറിയാൻ വേണ്ടിയാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് വന്നത്. അതിപ്പോൾ ഈ തടസ്സങ്ങൾ മാറി നിർമ്മാണവും ടെൻഡറും ആയിട്ടുള്ള തലം എത്തിത്തീരും. ചില സ്ഥലങ്ങളിൽ ഇനിഷ്യലി ഉള്ള സ്ഥലത്തിൻ്റെ പരിമിതി, ആ സാങ്ഷൻ്റെ പ്രശ്നം ഉണ്ടാവും. അത് ഒറ്റപ്പെട്ടതായിരിക്കും. എനിക്കറിയാം, എൻ്റെ മണ്ഡലത്തിൽ തന്നെ അവിടെ ഒരു 2-3 സ്കൂളിപ്പോൾ നേരത്തെ തൊട്ടേ തുടങ്ങി ഇപ്പോൾ പല പണി തുടങ്ങി സ്പീഡിൽ പോകുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ അനുവാദത്തിൻ്റെയൊക്കെ ഫൈനൽ പൊസിഷൻ കാണും. എന്നാലും മഹാഭൂരിപക്ഷവും തുടങ്ങി വെച്ചിട്ടുള്ളത്, ടെൻഡർ ചെയ്തിട്ടുള്ളത് മുന്നോട്ട് പോകുന്നത് പൂർത്തീകരിക്കാൻ പറ്റും. അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. മിനിസ്റ്റർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിന്തുണയില്ല, കേന്ദ്ര വിഹിതത്തിനുണ്ടായിട്ടുള്ള കുറവ്, ഇതൊക്കെ നമ്മളെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ട് മന്ത്രിമാരുടനീളം സംസ്ഥാനത്ത് യാത്ര ചെയ്യുകയും ചെയ്തു. ഇന്നിപ്പോൾ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റിൽ 1,52,352 കോടി രൂപ റവന്യൂ വരവും 1,79,476 കോടി രൂപയുടെ റവന്യൂ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് ഏതാണ്ട് 27,000 കോടിയുടെ കമ്മിയും കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഈ സാമ്പത്തിക ഞെരുക്കം, നമ്മളിപ്പം 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ഒക്കെ ചോദിച്ചിരുന്നു, ഒന്നും കിട്ടിയില്ല കേന്ദ്രത്തിൽ നിന്ന്. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് ഇത് വിഭാവന ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് അങ്ങനെ 24,000 മറ്റു പാക്കേജോ ഒന്നും കിട്ടിയില്ലെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സമ്പത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊരു ഹെഡ് കൂടെ കാണും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ ചിലവും കൂടെ നോക്കിയിട്ട് ആകെ ചിലവ് വരുമ്പോൾ അതിൽ നിന്നുള്ള നമുക്ക് പിന്നെ ഈ പൊതുകടം, ആ കടം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാനുള്ള പരിധിയിൽ അനുവദിക്കപ്പെട്ടതാണ്. ആ കടം നമുക്ക് എടുക്കാം. അത് എല്ലാ ഗവൺമെൻറ്റുകൾക്കും എടുക്കാം. ഇത്ര ശതമാനം, 3% അല്ലെങ്കിൽ 3.5% എടുക്കാം. അതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമി സ്റ്റേബിളായിട്ട് പോകാൻ പറ്റുന്ന കടമാണ് എടുക്കാൻ പറ്റുന്നത്. അതുകൂടെ എടുക്കുമ്പോഴത്തേക്ക് അതുകൂടെ എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ പരിധിക്കകത്ത് നിന്ന് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ കണക്കിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലാതെ എന്തെങ്കിലും പാക്കേജിൻ്റെ കാര്യത്തിൽ
തരും എന്ന് പ്രതീക്ഷിച്ചുള്ള ഒരു കണക്കും അതിലില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ Realistic ആയി ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ താങ്കൾ പറയുന്നുണ്ട് തരുന്ന പണം റവന്യൂ മാത്രമേ- വരുമാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് 19,422 കോടി. 20,000 എന്ന് വെക്കാം നമുക്ക് കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിന്. അതുപോലെ തന്നെ തനത് നികുതി വരുമാനം 9,888 കോടി. 10,000 എന്ന് വെക്കാം, അപ്പോൾ തന്നെ 30,000 കോടി പ്ലസ് ഒരു 1,240 കോടി നികുതി ഇതര വരുമാനം. ഏതാണ്ട് ഒരു 32,000 കോടി എന്ന് പറയുന്നത് റവന്യൂ വരുമാനം, നികുതി ഇതര വരുമാനം, തനത് നികുതി വരുമാനം അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റാണോ? അല്ല, അതായിരിക്കത്തില്ല കണക്ക്. ഒന്നുകൂടെ നോക്കിയേ, ഒരു 0 കൂടെ ഉണ്ടോ എന്നുള്ള ഉണ്ണിസാറിന് ഒരു 0 മിസ്സായോ? ഞാൻ കാണുന്നില്ല ഈ ഇവിടെ നേരെ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്ന. അല്ല, റവന്യൂ വരുമാനത്തിൽ 13,400 കോടി രൂപയുടെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, അതാണ്. അതെ, അതേപോലെ 9,888 കോടി രൂപയുടെ തനത് നികുതി വരുമാനവും 1,240 കോടി രൂപയുടെ വർധനവും ലക്ഷ്യമിടുന്നു. അപ്പൊ ഇത് ഈ ഇത്രയും വർധനവ് ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയും. ഈ തനത് നികുതി വരുമാനം എന്ന് നമ്മുടെ നോൺ ടാക്സിനകത്ത് ഈ വർധന അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ഓരോ വർഷം നോക്കിക്കോളൂ, അങ്ങനെ വരുന്നുണ്ട്. നികുതി വരുമാനത്തിനകത്ത് കുറച്ച് ഡിപ്പെൻഡഡ് ടു ദി, അതായത് നമ്മുടെ ജി എസ് ടിയുടെ വരുമാനത്തിൻ്റെ പെർസെൻറ്റേജ്, അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത് നമ്മുടെ പിന്നെ വാറ്റ്, പഴയ സെയിൽ ടാക്സ്, ഇതെല്ലാം കൂടി ചേർന്നാൽ അതിനകത്ത് ചിലപ്പോൾ അല്പം വ്യത്യാസമൊക്കെ വന്നേക്കാം. അതിനകത്തൊക്കെ വ്യത്യാസം വളരെ വലിയ തരത്തിലൊന്നും വരില്ല. ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. ചിലപ്പോൾ ഒരു പിന്നെ 10-15% ഒക്കെ വരാം. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ടാക്സ് വിഹിതം, ഇപ്പോൾ ഇൻകം ടാക്സ് അവർ കുറഞ്ഞു, 1,00,000 കോടി കുറഞ്ഞു. 1,00,000 കോടി കുറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കൊരു 1,500 കോടി കുറയാം. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരാം. പക്ഷേ പൊതുവിൽ നമ്മുടെ ഈ കാൽക്കുലേഷനേക്കാളും വലിയ പ്രശ്നം വരത്തില്ല. ചെറിയൊരു ലിവറേജ് ഉണ്ടാവും നമുക്ക്, ഇത്ര അല്ലാതെ പ്രശ്നം വരുന്നതില്ല. ഇതെല്ലാം വളരെ റിയലിസ്റ്റിക്കായ കണക്കാണ്. അത് നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ പഴയ ഫോർമുല എല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന കണക്കാണ്. അതിനകത്ത് വലിയ വ്യത്യാസം വരുന്നതല്ല സാധാരണ.